പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓരോ മൊഡ്യൂളിലെയും 1 മാർക്ക്, 2 മാർക്സ്, 4 മാർക്സ് ആൻഡ് 15 മാർക്സ് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം മൊഡ്യൂൾ 1-നകത്ത് കീ ടേംസ്, അതായത് കോളനൈസേഷൻ, ഓറിയന്റലിസം, ഡീകോളനൈസേഷൻ, ഹൈബ്രിഡിറ്റി, ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ 1 മാർക്കായിട്ടും 2 മാർക്കായിട്ടും ചോദിക്കാം. ഇനി അഥവാ 4 മാർക്സ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എക്സാമ്പിൾസ് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ഹൈബ്രിഡിറ്റി, അതുപോലെ തന്നെ ഡയസ്പോറ എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. പിന്നെ തേർഡ് വേൾഡ് എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തതെന്നൊന്ന് നോക്കി വെക്കുക. എന്താണ് അദറിങ്, അതുപോലെ തന്നെ ട്രാൻസ് കൾച്ചറലിസം എന്താണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കാം. ആൻഡ് കോളനൈസേഷനും ഡീകോളനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് നെഗ്രിറ്റ്യൂഡ്, പിന്നെ മൾട്ടി കൾച്ചറലിസം എന്താണ്, പിന്നെ അബോർജിനലിറ്റി എന്താണ്, ട്രാൻസ്നാഷണൽ ഐഡൻറ്റിറ്റി എന്താണ്, ആൻഡ് ഓൾസോ മിമിക്രി എന്നുള്ള ടേമിനെ കുറിച്ച് 4 മാർക്സ് ആയിട്ടും 2 മാർക്സ് ആയിട്ടും ചോദിക്കാൻ പറ്റും. ആൻഡ് ഓറിയന്റലിസം അക്കോർഡിംഗ് ടു എഡ്വേർഡ് സെയ്ദ് എന്താണെന്നുള്ളത് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ കോളനൈസേഷനും അദറിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മൾട്ടി കൾച്ചറലിസം എങ്ങനെയാണ് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. മൾട്ടി കൾച്ചറലിസം എന്ന് പറയുമ്പോൾ ഒരുപാട് കൾച്ചേഴ്സിൻ്റെ ആ ഒരു കൊളാബറേഷൻ. അപ്പം പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ കോളനൈസറും ഉണ്ട്, കോളനൈസ്ഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്, അല്ലേ? അപ്പോൾ ആ 2 കൾച്ചറും കൂടി ഇൻഫ്ലുവൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് മൾട്ടി കൾച്ചറലിസം എങ്ങനെയാണ് ഇവിടെ വർക്ക് ഔട്ട് ആവുന്നതെന്നുള്ളത് ഒന്ന് നോക്കി വെച്ചേക്കുക. ഡയസ്പോറയും ഐഡൻറ്റിറ്റിയും തമ്മിലുള്ളൊരു എസ്സേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്രോപ്രിയേഷൻ എക്സാമ്പിൾസ് ചോദിക്കാം കേട്ടോ. പിന്നെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിലുള്ള മേജർ കീ ടേംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഒറ്റയടിക്ക് നമ്മൾ നേരത്തെ നോക്കിയില്ലേ മൊഡ്യൂൾ 1-നകത്ത് കീ ടേംസ് ഇല്ലേ, അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഓരോ ടേം വൈസ് ആയിട്ട് ചോദിക്കാതെ ഒറ്റയടിക്ക് മേജർ കീ ടേംസ് ഏതൊക്കെയാണ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിലെ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് എന്നും ചോദിക്കാം. പിന്നെ എഡ്വേർഡ് സയ്യിദിൻ്റെ ഓറിയന്റലിസത്തിനെ കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 2 പോയട്രിക്കകത്തെന്ന് പറയുമ്പോൾ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ആരാണ് എഴുതിയത്, ഇന്ത്യൻ സൈറ്റ് ഓൺ ദി എഡ്ജ് ഓഫ് ടൊണീറ്റ പാസ്റ്റ് ആരാണ് എഴുതിയത്, അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് എന്താണെന്ന് ചോദിക്കാം. ഗൊബൂറ ദ സൈലന്റ് പോളിൻ്റെ റൈറ്റർ ആരാണ്, നൈറ്റ് റെയിൻ എന്നുള്ള വർക്കിനകത്ത് സെൻട്രൽ തീം എന്താണ്, ആൻഡ് ഓൾസോ ദ ബ്രോക്കൺ വാട്ടർ ജഗ്ഗിൻ്റെ ഓതർ ആരാണ്. അപ്പോൾ ഈ ഓതേഴ്സും തീമും ജസ്റ്റ് ഓരോ ലെസൻ്റെയും ഒന്ന് നോക്കി വെക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്നുള്ള വർക്കിനകത്ത് എന്ത് കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഡെറിക് വോൾക്കോട്ട് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൊബൂറ ദ സൈലന്റ് പൂളിനകത്തുള്ള എക്കോളജിക്കൽ കൺസേൺ എന്താണ്, എന്ത് ഇഷ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ കോളനൈസേഷൻ ഇൻ റിവേഴ്സ് എന്നുള്ള വർക്കിനകത്തെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. പാകിസ്ഥാൻ മൂവ്മെൻറ്റിനകത്തെ മെസ്സേജ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്കയിലെ കൊളോണിയൽ വയലൻസ്, പിന്നെ ആ ഇൻഡിജീനിയസ് ലോസ് ഉണ്ടല്ലോ, LOSS, അതെങ്ങനെയാണ് ഗൊബൂര ദ സൈലന്റ് പൂളിനകത്ത് വർക്കൗട്ട് ആയിരിക്കുന്നതെന്ന് ചോദിക്കാം. അതായത് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിക്ക് വന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ സറ്റയർ ഇൻ കോളനൈസേഷൻ റിവേഴ്സ് ചോദിക്കാം. ദ ബ്രോക്കൺ വാട്ടർ ജഗ്ഗിലെ സിംബലിസം ചോദിക്കാം. നൈറ്റ് റെയിനകത്തുള്ള ഇമേജറിയും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ മൊഡ്യൂൾ 3-കകത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആരെഴുതി, അതുപോലെ തന്നെ ലാംഗ്വേജിനെ കുറിച്ച് ഗുഗി വോ തിയങ്കോയുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് ചോദിക്കാം. എന്താണ് ഡീകോളനൈസിങ് ദ മൈൻഡ് എന്നുള്ളത് 1 മാർക്കായിട്ടും 2 മാർക്കായിട്ടും ചോദിക്കാം. പിന്നെ ലിംഗ്വിസ്റ്റിക് ഇമ്പീരിയലിസം എന്താണ്, ഇൻഡിജീനിയസ് ലാംഗ്വേജസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എൻഗുഗി വോ തിയങ്കോയുടെ ഐഡിയ ഓഫ് ലാംഗ്വേജസ് കൾച്ചർ ആൻഡ് ആഫ്രിക്കൻ ലാംഗ്വേജസിൻ്റെ പൊളിറ്റിക്കൽ റോൾ എന്താണെന്ന് ചോദിക്കാം. പിന്നെന്താണ്, എന്തുകൊണ്ടാണ് പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ തിയോങ്കോയുടെ ആർഗ്യുമെന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അത് എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ലാംഗ്വേജും കൾച്ചറും ഐഡന്റിറ്റിയും എങ്ങനെയാണ് നമ്മുടെ തിയോങ്കോയുടെ എസ്സേക്കകത്ത് വരുന്നതെന്നുള്ളത് എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ഫിക്ഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിലും വൈറ്റ് സർഗാസോ സീയുടെ പ്രൊട്ടാഗണിസ്റ്റും, അതുപോലെ തന്നെ നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിൽ എന്നുള്ളത് ഏത് കൺട്രിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ ഓതർ ആരാണെന്നും ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ലെസൻ്റെയും തീമും അറിഞ്ഞിരിക്കുക. പിന്നെ ഓരോന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് കൺട്രിയിലാണ്, ഏത് പ്ലേസിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ കൊളോണിയൽ റിലേഷൻഷിപ്സ് ഇൻ നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിൽ, മാഡ്നസും ഐഡന്റിറ്റിയും എങ്ങനെയാണ് വൈറ്റ് സർഗാസോ സീക്കകത്ത് വരുന്നത്. പിന്നെ ജെയിൻ അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് സർഗാസോ സീക്കകത്ത് കൊളോണിയലിസത്തിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇസ് റേസ്, പവർ ആൻഡ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിലിനകത്ത് വരുന്നത്.
അപ്പോൾ 15 മാർക്സ് ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇന്നലെ ഓഡിയോയ്ക്കകത്ത് ഒരു 4 to 5 പേജസ് എഴുതിയിരിക്കുക. ആ എഴുതുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പാരഗ്രാഫ് വൈസ് ഡിവൈഡ് ചെയ്ത് എഴുതുക. മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അതുപോലെ തന്നെ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ സമ്മറി എഴുതുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ അനലൈസ് ചെയ്ത് പോവുക. കാര്യങ്ങളൊരു അനാലിസിസ് പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലെ എഴുതി വെക്കുക. ചുമ്മാ സമ്മറി മാത്രം എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ സ്റ്റോളൻ എന്നുള്ള വർക്ക് ആരാണ് എഴുതിയത്, അതുപോലെ തന്നെ അഡീച്ചിയുടെ ടെഡ് ടോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മെയിൻ ടോപ്പിക് എന്താണെന്ന് ചോദിക്കാം. ആൻഡ് ഓൾസോ സ്റ്റോളൻ ജനറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആൻഡ് സിംഗിൾ സ്റ്റോറി ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം ആ ടൈറ്റിലിൻ്റെ. ആൻഡ് പിന്നെ സ്റ്റോളൻ എന്നുള്ള വർക്കിനകത്ത് ട്രോമ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നറേറ്റീവ് പവർ ഇൻ ദ സിംഗിൾ സ്റ്റോറി, ആ ഒരു വർക്കിനകത്തുള്ള നറേഷനെ കുറിച്ച് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് എങ്ങനെയാണ് ആ ഒരു സ്റ്റോളൻ എന്നുള്ള വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ എന്താ പറയുക, അഡീച്ചയുടെ ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് സ്റ്റീരിയോ ടൈപ്പിംഗ്, അതെങ്ങനെയാണ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിക്കകത്ത് വർക്ക്ഔട്ട് ആയെന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ലെസണും നിങ്ങൾ ആ കീ ടേംസ് നോക്കി വെക്കുക, പോസ്റ്റ് കൊളോണിയൽ കീ ടേംസ് ആദ്യത്തെ മൊഡ്യൂളിനകത്തുള്ള. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 2 ഓൺവേർഡ്സ് പോയട്രി, മൊഡ്യൂൾ 3 പ്രോസ്, പിന്നെ ഫിക്ഷൻ ഉണ്ട്, മൊഡ്യൂൾ 4 ഡ്രാമയും വിഷ്വൽ മീഡിയ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെസണിൻ്റെയും തീമും അറിഞ്ഞിരിക്കുക, ഇതൊക്കെ ഏത് സ്ഥലത്ത് വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെയൊക്കെ. പിന്നെ ഓതേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് വിട്ടു പോകരുത്. സ്പെല്ലിങ്സ് ഒക്കെ നിങ്ങൾ നല്ലോണം കറക്റ്റായിട്ട് നോക്കി വെക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്നൊക്കെ എന്ന് വെച്ചാൽ 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ് ഇസ് ഇനഫ്. 2 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 സെൻറ്റൻസസ് മാത്രം മതി. ആൻസർ ടു ദ പോയിന്റ്, കഥ പോലെ എഴുതരുത്, ആ പോയിന്റ് എന്താണോ എഴുതേണ്ടത് അതങ്ങ് എഴുതി പോവുക ആ ഒരു 4 to 5 സെൻറ്റൻസിനുള്ളിൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 to 8 അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പാരഗ്രാഫ് ആയിരിക്കണം ആൻസേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഒരു 1.5 പേജ് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയാലും മതി. 1.5 പേജ് ആണ് കുറച്ചുകൂടെ കറക്റ്റ്. ഓക്കെ, അതായത് 1.5 പേജ് എഴുതുമ്പോൾ നമ്മുടെ ആൻസർ, നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ഏതിനകത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്, അത് ആരുടെ ഓതറാണ്, ആരാണ് ഓതർ, ആൻഡ് വാട്ട് ഈസ് ദി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പോം, അല്ലെങ്കിൽ ഇൻ ദാറ്റ് ഡ്രാമ, അല്ലെങ്കിൽ ഇൻ ദാറ്റ് സ്റ്റോറി, അല്ലെങ്കിൽ ഇൻ ദാറ്റ് എസ്സേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ എഴുതുക, ദെൻ കൺക്ലൂഷൻ വെച്ചിട്ട് നിർത്തുക. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുന്നത് കുറച്ചും കൂടി നല്ലപോലെ ഒരു ക്ലാരിറ്റി കൊടുക്കും കേട്ടോ. പിന്നെ 15 മാർക്സ് എസ്സേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ പിന്നെ ഓഥറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എഴുതുക, അത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതുക. വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സമ്മറി എഴുതുവാണെങ്കിൽ അങ്ങനെ ലാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോയിന്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് ആൻസേഴ്സ് എഴുതി പോവുക, അനലൈസ് ചെയ്ത് എഴുതി പോവുക കേട്ടോ. സമ്മറി മാത്രം എഴുതി നിർത്തരുത്. ആൻഡ് ഓൾസോ മെയിൻ പോയിന്റ്സ് 15 മാർക്സ് എഴുതുവാണെന്നുണ്ടെങ്കിൽ മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക. എല്ലാ സെൻറ്റൻസസും അണ്ടർലൈൻ ചെയ്യണമെന്നല്ല പറഞ്ഞേക്കുന്നത്. പാരഗ്രാഫ് വൈസ് ഡിവൈഡ് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഓരോ പാരഗ്രാഫിലും വരുന്ന മെയിൻ പോയിന്റ്സ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക.